ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വയർ കൂടുതലുള്ളവർക്ക് ബ്ലൗസിൻ്റെ ആ ബാൻഡ് ഭാഗം കട്ടിങ് ആ ഭാഗം മടങ്ങി മുകളിലേക്ക് ചുരുണ്ടിരിക്കാതെ എങ്ങനെ നമുക്ക് ബാൻഡ് ജോയിൻ ചെയ്യുമ്പോൾ മാറ്റം വരുത്താം. അടുത്തത് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ. ബ്ലൗസിൻ്റെ ടക്കുകൾ കറക്റ്റായിട്ട് എടുത്ത് ബ്ലൗസ് നല്ല ഫിറ്റിങ്ങിൽ എത്തിക്കുന്നതും ഇതൊന്നും കൂടാതെ വേറൊരു പ്രധാന കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാക്ക് ടക്ക് കറക്റ്റായിട്ട് എടുക്കുന്നത് തൊട്ട് തുടങ്ങാം. ഇവിടെ 8.5 ഒരു പാർട്ടിൽ വേണ്ടത്. ചുറ്റും റൗണ്ട് വരുന്നത് 34 വേസ്റ്റ്. അപ്പോൾ ഇവിടെ 8.5യുടെ പകുതി 4.25 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 4.5 ആയാലും കുഴപ്പമില്ല. ഈ 4.5 മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് മുകളിലേക്കാണ് നമുക്ക് ടക്ക് മാർക്ക് ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ മുതൽ പോയിൻ്റ് വരെയുള്ള ലെങ്തും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു കാരണവശാലും മുകളിലേക്ക് പോകാൻ പാടില്ല. ബാക്ക് ടക്കിൻ്റെ ലെങ്തിൽ പ്രാധാന്യമുണ്ട്. അത് ഒത്തിരി ലെങ്ത് മുകളിലേക്ക് പോയാൽ നമ്മുടെ ഫ്രണ്ടിലെ ഫിറ്റിങ്സിനെ ബാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത സമയത്ത് മാർക്ക് ചെയ്തതാണ്. ബ്ലൗസ് കട്ടിങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഈ ഡൗട്ട് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ എടുത്താൽ മതി. നമ്മുടെ ഷോൾഡർ മുതൽ പോയിൻ്റ് വരെ എത്ര ലെങ്താണോ ഫ്രണ്ടിൽ വരേണ്ടത് അത് ബാക്കിൽ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെ മാത്രമേ നമ്മൾ ബാക്ക് ടക്ക് നിൽക്കാവൂ. ബാക്ക് ടക്ക് ഇടാതെയും തയ്ക്കാറുണ്ട്. ബാക്ക് ടക്ക് ഇട്ട് തയ്ക്കുന്നതാണ് നല്ലത്. 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും അല്ലെങ്കിൽ 1/2 ഇഞ്ച് അതിൽ കൂടരുത്. കെട്ടിട്ട് തച്ച് തുടങ്ങാം. പോയിൻറ്റിലേക്ക് എത്താം. ഇവിടെ ഒറ്റ സ്റ്റിച്ചിൽ വേണമെങ്കിൽ നിർത്താം. സ്റ്റിച്ചൊക്കെ നല്ല സൂപ്പറാണെങ്കിൽ കുറച്ച് നൂലിൻ്റെ തുമ്പത്തിരി ഇട്ടിട്ട് കട്ട് ചെയ്താൽ മതി. ഇതെല്ലാം സ്റ്റിച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ബ്ലൗസ് നന്നായി ഇരിക്കണമെങ്കിലും വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൂടെ തിരിച്ച് പോവാം. ബിഗിനേഴ്സിനായിട്ടാണല്ലോ പറയുന്നത്. അപ്പം എല്ലാം പറഞ്ഞു പോവാം. ആ ഷോൾഡറിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഈ ടക്കിൻ്റെ ലെവലെന്ന് നമുക്ക് സംശയം തോന്നും. എപ്പോഴും അങ്ങനെ വരത്തില്ല. ഇവിടെ ഇപ്പം ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്നുണ്ട്. ഷോൾഡർ എടുക്കുന്നതും കഴുത്തകൽ എടുക്കുന്നതും അത് എപ്പോഴും കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇടുന്ന ഡ്രസ്സിൻ്റെ മോഡൽ അനുസരിച്ച് കഴുത്തകലും ഷോൾഡറും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പക്ഷേ വേസ്റ്റിലെടുക്കുന്ന ഈ ടക്ക് മാറത്തില്ല. ഇവിടെ സ്റ്റിച്ച് പോയ സ്ഥലത്ത് നഖം കൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് തേച്ച് വിടാം. ഇനി ബാക്കിൻ്റെ ഭംഗിക്ക് വേണ്ടി ഒരു കാര്യം നമുക്ക് ചെയ്യണം. ബാക്ക് ഒന്ന് ഷേപ്പ് ചെയ്യണം. ചില ആളുകൾ ബ്ലൗസ് ഇടുമ്പം ബാക്ക് ഇങ്ങനെ ഒരു പോലെ വരാറില്ലേ, ഒരേ ലെവലിൽ നിൽക്കുന്നതിന് പകരം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. 2 വശവും പടി വയ്ക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റും. അത് 1/2 ഇഞ്ച് 1/4 ഇഞ്ച് അങ്ങനെ ബ്ലൗസിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്താ ഇതുപോലെയാണ്. അറ്റത്തുനിന്ന് 1/2 ഇഞ്ചിൽ തുടങ്ങി ടക്കെടുത്ത ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് ലൈൻ ബ്ലൗസിൻ്റെ അരികിനോട് ചേർന്ന് അങ്ങ് ഒരേ ലെവലങ്ങാവുന്നതാണ്. നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്തേ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെ അങ്ങ് ശീലിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾ വിത്ത് ബ്ലൗസൊക്കെ തയ്ക്കുന്ന സമയത്ത് ചിലത് നൂല് ഇളകി പോവും. അപ്പോൾ ഒത്തിരി വക്കുകൾ ഇങ്ങനെ അങ്ങ് ഇളകി പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെയും നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ ബ്ലൗസിൻ്റെ ഇറക്കത്തിനെ ബാധിക്കും. അതുകൊണ്ട് എല്ലാ ബ്ലൗസും തയ്ക്കുന്ന സമയത്തേ ഇങ്ങനെ പടി വെച്ച് തയ്ക്കാറുള്ളൂ. പടി വെച്ച ശേഷം അവിടെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെച്ച് പതിച്ചടിച്ച് തിരിച്ചെടുക്കാം. ബാക്ക് പിന്നീട് ഹെം ചെയ്യുന്നുള്ളെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി ഒരു താൽക്കാലിക സ്റ്റിച്ച് വലിയ സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് ചെയ്യാം. ഇനി വയറുള്ളവർക്ക് ബ്ലൗസ് ചുരുങ്ങി മുകളിലോട്ട് കയറുന്നതിൻ്റെ കാര്യം പറയാം. അതിനു മുമ്പ് ഈ തയ്യലും വയറും തമ്മിൽ നല്ലൊരു കണക്ഷനാണ്. നമ്മൾ ഒരേ എക്സർസൈസും ചെയ്യാതെ ഇങ്ങനെ തച്ചുകൊണ്ടേയിരിക്കുമ്പോൾ വയറ് കൂടിക്കൊണ്ടിരിക്കും. ഇരുന്ന് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. വയറിൻ്റെ ചുറ്റും കൊഴുപ്പടിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ കൊഴുപ്പിൽ നിന്നുണ്ടാവുന്ന ചില ഹോർമോൺ വളരെ അപകടകാരിയാണ്. കൂടുതൽ പേരും ഇത് സംബന്ധിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ മടിക്കുന്നവരാണ്. സർക്കാർ ആശുപത്രികളിൽ ഈ ടെസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമെങ്കിലും ആ ടെസ്റ്റുകൾ ചെയ്യും. പക്ഷേ നമ്മൾ പോകത്തില്ല. അങ്ങനെ പോവാതെ മടിച്ചിരുന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. തുടക്കത്തിലേ കണ്ടുപിടിച്ച പനിയും ചുമയും പോകുന്ന പോലെ എത്ര ഈസി ആയിട്ട് ഇതങ്ങ് പോവും. പക്ഷേ പോകത്തില്ല. അവർ പോകണമെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ള എല്ലാവർക്കും എന്തെങ്കിലും പ്രധാന കാര്യം നഷ്ടമാവുമെന്ന് വെച്ചാലേ അവർ പോകുള്ളൂ. അതായത് ഇപ്പോൾ റേഷൻ അടുത്ത മാസം തൊട്ട് റേഷൻ കിട്ടണമെങ്കിൽ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് റേഷൻ കടയിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് റേഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ പോയി ചെയ്യും. നമുക്ക് തയ്യലിലേക്ക് വരാം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തത് പോയിൻ്റ് ബാക്ക് പീസിലും കൂടെ മാർക്ക് ചെയ്യാണ്. ഷോൾഡർ മുതൽ പോയിൻ്റ് വരെയുള്ള ലെങ്തും പോയിൻ്റ് തൊട്ട് ആ അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ആ ലെങ്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കറക്റ്റായ കഴുത്ത് ലൂസാവത്തില്ല. ഫ്രണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇനിയും കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ 2 അളവുകളില്ലേ, ഷോൾഡർ തൊട്ട് പോയിൻ്റ് വരെ അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ഇതൊക്കെ ഓരോരുത്തർക്കും കറക്റ്റായിട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് ഒത്തിരി വീഡിയോസ് ചെയ്തത് നമ്മുടെ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി കാണാം. ഇവിടെ തന്നെ നമ്മൾ ഈ മടക്കി
കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗം കയറി ഇറങ്ങിയും വരരുത്. നമ്മൾ ടക്ക് എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കേണ്ടി വരരുത്. മാർക്കിംഗ് കറക്റ്റാണെങ്കിൽ ഇതേപോലെ ലെവലായിട്ട് തന്നെ ഇരിക്കും. കെട്ടിയിട്ട് തന്നെ സ്റ്റിച്ച് തുടങ്ങണം. എന്നിട്ട് ആ പോയിൻറ്റിലെത്തിയിട്ട് തിരിച്ച് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ സ്റ്റിച്ച് കൊണ്ടെത്തണം. വളഞ്ഞും പൊളഞ്ഞൊന്നും ആവാതെ നേരെ തന്നെ വരുന്നതാണ് നല്ലത്. പിന്നെ ആദ്യം ഇട്ട സ്റ്റിച്ചിന് എന്തെങ്കിലും വളവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റിച്ചിൽ അത് കറക്റ്റ് ചെയ്യണം. കൈക്കുഴിയിൽ നിന്ന് നമ്മളിങ്ങോട്ട് എടുക്കുന്ന ടക്ക് 4 ഇഞ്ച് 4 ഇഞ്ച് ചെയ്ത് 1/2 ഇഞ്ചാണ് നമ്മളവിടെ തയ്ക്കുന്നത് സാധാരണഗതിയിൽ. എന്നാൽ അവിടെ നമ്മൾ കൂടുതൽ പിടിച്ചടിക്കുക 1/2 ഇഞ്ച് വീതം തന്നെ 1 ഇഞ്ചോളം കുറയ്ക്കുന്ന ആർക്കാണെന്നറിയാമോ? ചിലർക്ക് ബോഡിക്ക് നല്ല വണ്ണം കാണും, ഒത്തിരി വണ്ണം കാണും, പക്ഷേ കൈ വണ്ണം തീരെ കുറവായിരിക്കും. കൈ മെലിഞ്ഞിട്ടായിരിക്കും, ഒട്ടും ഫാറ്റ് കയ്യിൽ കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇങ്ങനെ ഒതുക്കും. ആം റൗണ്ട് എടുക്കുമ്പം തന്നെ ആം റൗണ്ട് കുറച്ച് തന്നെ എടുക്കും. പിന്നെ ഈ ഫ്രണ്ട് ടക്ക് എടുക്കുമ്പോഴും ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് ആ ലൂസ് ഫ്രണ്ടിൽ ബ്രസ്റ്റ് ഭാഗത്ത് കൊടുക്കും. ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്താൽ നമ്മുടെ ടക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. 2 വശത്തും എടുത്ത ശേഷം ഇങ്ങനെ നോക്കണം, ഇതിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടാകുന്നു ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് ടക്കെടുത്ത ശേഷം ബാക്ക് കൈക്കുഴിയായിട്ട് ഇത് കറക്റ്റാവോ, കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ എന്നൊരു ഡൗട്ട് ചോദിക്കാറുണ്ട്. അതായത് നോക്കിയേ, നമ്മൾ ബാക്കിൽ ഫ്രണ്ട് എടുത്ത് ടക്കിട്ട ശേഷം ഇതാ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പം കറക്റ്റ് അളവാണ്. നമ്മൾ ടക്ക് കൂടുതൽ എടുക്കുമ്പോഴും കൂടുതൽ കുഴിച്ച് കട്ട് ചെയ്യുന്നതനുസരിച്ച് ചിലപ്പം കുറച്ച് വ്യത്യാസം വരാറുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ കറക്റ്റ് തന്നെ ആയിരിക്കും. ബാൻഡ് മടങ്ങി മുകളിലേക്ക് കയറാതിരിക്കാൻ നമുക്ക് എന്ത് ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഒത്തിരി വയറുള്ളവർക്കും ഹൈറ്റ് കുറഞ്ഞവർക്കുമാണ് ഈ പ്രശ്നം ഉണ്ടാകാറുള്ളത്. നമുക്ക് ആദ്യം ഈ ഷോൾഡറിൻ്റെ ലെവൽ കറക്റ്റായിട്ട് വയ്ക്കാം. ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ലെവൽ ഒരേപോലെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം. ഇവിടെ കപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്, അതിനെ നമ്മൾ വലിച്ച് താഴ്ത്തിയിട്ടൊന്നുമില്ല. ഈ അവസ്ഥയിൽ തന്നെയാണ് എടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു 3.25 ഇഞ്ചാണ് ഇവിടെ ആവശ്യമുള്ളത്. അതിലിവിടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് വേണം നമ്മൾ ബാൻഡ് കട്ട് ചെയ്യാൻ. നേരെ ഇപ്പുറത്തെ സൈഡും അതേപോലെ ഫ്രണ്ട് ബാക്ക് നേരെ വെച്ച ശേഷം ഈ സൈഡിൽ എത്രയാണോ ആവശ്യമുള്ളത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയാണ് ഇവിടെ എടുക്കേണ്ടത്. പക്ഷെ നമുക്ക് ഈ പ്രശ്നമുള്ളവർക്ക് നമ്മൾ ഇതിൻ്റെ തച്ച് കഴിയുമ്പം 1 ഇഞ്ച് കുറഞ്ഞ് നിന്നാൽ മതി. ഹൂക്ക് പടി വരുന്ന സ്ഥലത്താണ് നമുക്ക് ഇതേപോലെ കുറയ്ക്കേണ്ടത്. ഇപ്പുറത്ത് വശത്ത് നമ്മുടെ സൈഡിൽ വരുമ്പം കുറയ്ക്കേണ്ട, ബാക്കിനനുസരിച്ച് അത്രയും തന്നെ വേണം. അതുപോലെ പ്രധാനമുള്ള 2 കാര്യങ്ങളാണ്. ഇതിന് ക്രോസ് പീസ് എടുക്കരുത്. ബാൻഡിൽ അകത്ത് വയ്ക്കാനും പുറത്ത് വയ്ക്കാനൊന്നും ക്രോസ് പീസ് ഉപയോഗിക്കരുത്. അതേപോലെ കട്ടിയുള്ള നല്ല പാൻറ്റിൻ്റെയൊക്കെ പീസ്, നല്ല കട്ടിയുള്ള ഏതെങ്കിലും പീസ് വയ്ക്കാനും കൂടി ശ്രമിക്കണം. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഈ ഒരു അളവ് നോക്കിയേ, നമുക്കിവിടെ വേണ്ടത് 8.5 ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കിയേ. 8.5യുടെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വേണം. അപ്പോൾ 10 ഇഞ്ച്. പടി വയ്ക്കാനുള്ളത് വിട്ടതിന് ശേഷവും 10.5 ഉണ്ട്. അങ്ങനെ നമ്മൾ ബാൻഡ് കുറച്ചധികം തന്നെ എടുക്കണം. ബാൻഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്തല്ലെങ്കിൽ തികയാതെ വരും. ഒരു വശം തച്ച് വെച്ച് നമ്മൾ ബാൻഡ് പീസും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് നമുക്കിങ്ങനെ തച്ച് പോകാം. നമ്മുടെ ടക്കിൽ സ്റ്റിച്ച് വീഴാതിരിക്കാൻ ഇങ്ങനെ മടക്കി ഒതുക്കി കൊടുത്തിട്ട് സ്റ്റിച്ചിടാം. ബ്ലൗസ് കട്ട് ചെയ്യുന്നതും അതിൻ്റെ ടക്ക് കറക്റ്റായിട്ട് പിടിച്ച് തയ്ക്കുന്നതും ഒക്കെ കറക്റ്റാണെങ്കിൽ ഇത് നമ്മുടെ ഷേപ്പിനോട് ചേർന്നങ്ങിരിക്കും. പിന്നെ ഇതിന് എങ്ങോട്ടും പൊങ്ങി പോകാനൊന്നും പറ്റില്ല. ബാൻഡ് മടങ്ങി പോകാതിരിക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. സ്റ്റിച്ച് കൂടെ കൊടുക്കാം. 2 വശത്ത് ഇതുപോലെ ചെയ്യാം. വലതുവശവും ഇടതുവശവും ഈ ജോയിൻ്റ് എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ഹൂക്ക് പടി കൊടുക്കാം. കറക്റ്റ് അളവിൽ നമുക്ക് ഫ്രണ്ട് തയ്ച്ചെടുക്കാം. ഇതിൻ്റെ ബാക്കി വേണമെങ്കിലൊന്ന് കമൻറ്റ് ഇടണേ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.